എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് സേജ് ഓഫ് സിക്സ് പാത്ത് ആള് പറയും, ഹാസറാമ അത് നീ തന്നെയാണ് സാക്ഷാൽ നറൂട്ടോ. അവന്റെ ബോഡിയിലെ ആ ചക്ര പവർ അതെനിക്ക് നിന്റെ ബോഡിയിൽ ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത് കേട്ട് കുട്ടപ്പൻ അവനാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. നറൂട്ടോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്ദിര അവനും ഇപ്പോ എന്നെ പോലെ തന്നെ പുനർജനിച്ചിട്ടുണ്ടാവില്ലേ, അതാരായിരിക്കും? അത് കേട്ട് സേജ് ഓഫ് സിക്സ് പാത്ത് ആള് തല താഴ്ത്തും. അപ്പോഴായിരിക്കും നറൂട്ടോയ്ക്ക് പിടികിട്ടുക, അത് മറ്റാരുമല്ല സാക്ഷാൽ സാസുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് നറൂട്ടോ, ടെൻ, ഷിനോ, ഷിക്കമരു അങ്ങനെ എല്ലാവരും ഇപ്പൊ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഉടനെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും, സാസുക അവനിപ്പോ റോക്ക് നിഞ്ചയാണ്, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തി ഇല്ലാതാക്കണം. അതിന് ഷിക്കമരു പറയും, നറൂട്ടോ നീ ഒരിക്കലും സാസുകയെ കൊല്ലില്ല. അവന്റെ തെറ്റുതിരുത്തി അവനെ തിരികെ കൊണ്ടുവരാൻ മാത്രമേ നീ ശ്രമിക്കൂ. കാരണം നിനക്കവൻ നിന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്. അത് കേട്ട് സാക്കുറ പറയും, ഒരിക്കലും സാസുക അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവന്റെ കൂടെ ആ മാതരയുണ്ട്, അവന്റെ പവർ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് കേട്ട് കിബ അവൻ ചിരിക്കും. കിബ പറയും, 6 പെയിനുകളെ ഒന്നിച്ചില്ലാതാക്കിയവനാണ് നറൂട്ടോ. നറൂട്ടോയെ കൊണ്ട് വളരെ ഈസി ആയിട്ട് അവനെ ഇല്ലാതാക്കാൻ കഴിയും. കട്ട് ചെയ്ത നറൂട്ടോ അവനിപ്പോ ഷോക്കായിട്ട് സേജ് ഓഫ് സിക്സ് പാത്തിനോട് ചോദിക്കും, സാസുക അവൻ ഇന്ദിരായതുകൊണ്ടാണോ എനിക്ക് അവനെ അറ്റാക്ക് ചെയ്യാനോ കൊല്ലാനോ ഒന്നും തോന്നാത്തത്? അതിന് സേജ് ഓഫ് സിക്സ് പാത്ത് ആളൊന്നും പറയില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇതേ കാര്യങ്ങൾ തന്നെ സേജ് ഓഫ് സിക്സ് പാത്ത് ഇപ്പൊ സാസുകയോടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്, നീയാണ് സാക്ഷാൽ ഇന്ദിര, ഹാസറാമയുടെ ബ്രദർ. ഹാസറാമ മറ്റാരുമല്ല സാക്ഷാൽ നറൂട്ടോ ആണ്. നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി ബ്രദേഴ്സ് ആണ്. ഉടനെ സേജ് ഓഫ് സിക്സ് പാത്ത് ആള് പറയും, നിങ്ങൾക്ക് മുൻപ് ഹാസറാമയും മാധുരയും അവർ രണ്ടുപേരും ആയിരുന്നു എന്റെ മക്കൾ ഇന്ദിരയും ഹാസറാമയുമായിട്ട് പുനർജനിച്ചത്. മാധുര ഇന്ദിരയും ഹാസറ എന്റെ മകൻ ഹാസറയും തന്നെയായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് അവർ തന്നെ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴും അവർ പരസ്പരം ഒരുപാട് സ്നേഹിച്ചു, റെസ്പെക്ട് ചെയ്തു. പക്ഷെ മാധുര അവനെ തന്നെ ഇല്ലാതാക്കി വീണ്ടും പുനർജന്മം എടുത്തു വന്ന് മാധുര അവനിപ്പോ ഹാസറയുടെ പവർ അവന്റെ ബോഡിയിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ മാധുരയുടെ ബോഡിയിൽ ഇപ്പൊ ഇന്ദിരയുടെയും ഹാസറയുടെയും പവർ ഒരുപോലെ വന്നിരിക്കുകയാണ്. ആ 2 പവറും കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ അതെന്റെ പവറായി മാറും. സാക്ഷാൽ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ പവർ അതാണ് ഇപ്പൊ മാധുരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സേജ് ഓഫ് സിക്സ് പാത്ത് പറയും, ഇന്ദിരയുടെയും ഹാസറാമയുടെയും പവർ അത് ലോകത്തിന് നന്മയായി തീരണം എന്ന് കരുതിയാണ് ഒരു കല്ലിൽ അത് മുഴുവൻ ഞാൻ എഴുതി വെച്ചത്. പക്ഷെ അവസാനം അതും വലിയൊരു പ്രശ്നത്തിന് കാരണമായി. നറൂട്ടോ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നറൂട്ടോ ചോദിക്കും, അപ്പൊ ഇത്രയും കാലവും നിങ്ങളുടെ മക്കളുടെ ഫൈറ്റ് കണ്ട് നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നോ? അതിനാള് പറയും, അതെ, സത്യം പറഞ്ഞ അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു നിഞ്ചു അത് കണ്ടുപിടിച്ചത് പോലും ലോകത്തെ ഒന്നിപ്പിക്കാനും സമാധാനത്തില് മുൻപോട്ട് കൊണ്ടുപോകാനുമാണ്. പക്ഷെ അതെല്ലാം തന്നെ തകിടം മറിഞ്ഞു. ആക്ച്വലി എന്റെ അമ്മ ആളും വലിയൊരു സെൽഫിഷ് പേഴ്സൺ ആയിരുന്നു. എല്ലാവരെയും അടക്കി ഭരിച്ച് ഒരു ദൈവത്തെ പോലെ കഴിയാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ ജനങ്ങളെല്ലാവരും അവരെ കണ്ടിരുന്നത് ഒരു ഡീമനായിട്ട് മാത്രമാണ്. പേടിയോടെയും വെറുപ്പോടും കൂടി മാത്രമാണ് ജനങ്ങൾ അവരെ സമീപിച്ചിരുന്നത് പോലും. ആക്ച്വലി ഇപ്പോഴുള്ള മാധുര അവനും എന്റെ അമ്മയെ പോലെ ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവനതില് ഒരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എന്റെ പവർ അവനിപ്പോ കിട്ടി. എന്റെ അമ്മയുടെ കയ്യില് വ്യാഹു കണ്ണും ശരിങ്ങ കണ്ണും ഉണ്ടായിരുന്നു. അതുപയോഗിച്ചാണ് സുക്കിനോമി പവർ അതവര് അവേക്കം ചെയ്തെടുത്തത്. സോ ഇനിയും ഇതുപോലെ മുൻപോട്ട് പോയ ആ ഒരു വലിയ പഴം അത് വീണ്ടും ആ ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. അത് ശരിക്കും ഈ ലോകത്തിന്റെ അവസാനത്തിൽ മാത്രമേ കലാശിക്കൂ. ഇപ്പൊ ഇത് തടയാൻ കഴിയുന്ന ഏക വ്യക്തി അത് നീ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നറൂട്ടോ ഞാൻ നിന്നോട് പറയുന്നത്. നിന്നെ കാണുമ്പോ എനിക്ക് എന്റെ ഹാസറയെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അല്ല, നീ എന്റെ ഹാസറ തന്നെയാണ്. അവനും ചെറുപ്പത്തില് നിന്നെ പോലെ വലിയൊരു മണ്ടനായിരുന്നു. അതിനുശേഷമാണ് അവനവന്റെ പാത അത് കണ്ടെത്തിയത്. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ ഫുക്കാഗു അതിപ്പോ കുട്ടപ്പന്റെ നേർക്ക് വരിക. ഫുക്കാഗു മാത്രമല്ല, കില്ലർ ബിയുടെ ബോഡിയില് 8th ടൈല്, മിനറ്റോടെ 9th ടൈല്, അങ്ങനെ എല്ലാവരെയും ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയിലേക്ക് അങ്ങനെ ആഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ്
9 ടൈൽഡ് ബീസ്റ്റുകളെയും അവിടെ സമരം ചെയ്ത് അവിടേക്ക് കൊണ്ടുവരും. അത് കണ്ട് കുട്ടപ്പൻ അവൻ വണ്ടറടിക്കും. അത് കണ്ട് സേജ് ഓഫ് സിക്സ് പാത്തിനാണെങ്കിൽ ഒത്തിരി സന്തോഷാവും. ഇവിടെ സേജ് ഓഫ് സിക്സ് പാത്ത് ആള് വീണ്ടും ചോദിക്കും, ഈ ഒരു വാറിന് ശേഷം നറൂട്ടോ എന്തായിരിക്കും നിന്റെ ലക്ഷ്യം? അതിന് നറൂട്ടോ അവൻ ഒരു സെക്കൻഡ് അവന്റെ ഫ്രണ്ട്സിനെ ആലോചിക്കും. നറൂട്ടോ പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ ആസറാമയെ പോലെ തന്നെ ഞാനും ഒരു വിഡ്ഢിയായിരിക്കാം. പക്ഷെ എന്റെ സ്നേഹം അത് ശരിക്കും പ്യുവറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലുത് എന്റെ ഫ്രണ്ട്സും എന്റെ ഗ്രാമവുമാണ്. ഉറപ്പായിട്ടും ഞാൻ അവരെ എന്റെ പവർ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യും. ഇതേ ക്വസ്റ്റ്യൻ ഇപ്പൊ സേജ് ഓഫ് സിക്സ് പാത്ത് സാസുകയോടും ചോദിക്കും. സാസുകയും അതേ മറുപടി പറയും. ഉടനെ സേജ് ഓഫ് സിക്സ് പാത്ത് അവർ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരും. അതിനുശേഷം അവരോട് പറയും, ഇത്രയും നാളും ഞാൻ ഹാസറയെ മാത്രമാണ് വിശ്വസിച്ചത്. പക്ഷെ ഇപ്പോ ഞാൻ ഇന്ദ്രയെയും വിശ്വസിക്കാൻ പോവാണ്. സാസുക, നറൂട്ടോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ പവർ ഞാൻ തരാൻ പോവാണ്. നറൂട്ടോ പറയും, ഞങ്ങൾ രണ്ടുപേരും ഇന്നു മുതൽ ബ്രദേഴ്സ് ആണ്, അല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത് കേൾക്കേണ്ട താമസം സേജ് ഓഫ് സിക്സ് പാത്ത് ആളിപ്പോ സാസുവയ്ക്കും നറൂട്ടോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും ആളുടെ പവർ അങ്ങനെ പതിയെ പതിയെ കൊടുക്കാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുവയ്ക്ക് ചുറ്റും ഇപ്പൊ ഓറോച്ചിമാറും ടീമും അങ്ങനെ നിൽക്കുകയാണ്. കരീന അവൾ ഒരുപാട് ടെൻഷനിൽ ബാക്കിയുള്ളവരോട് ചോദിക്കും, സാസുക അവൻ കണ്ണു തുറക്കോ? അപ്പൊ സാസുക അവൻ പതിയെ കണ്ണു തുറന്ന് എഴുന്നേക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ സാക്കുറ അവൾക്കാണെങ്കില് നറൂട്ടോയുടെ അവസ്ഥ കാണുമ്പോൾ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. അവൾ ഒബീട്ടോട് ചോദിക്കും, കുട്ടപ്പൻ അവൻ രക്ഷപ്പെടില്ലേ? അവൻ കണ്ണു തുറക്കില്ലേ? അതിന് ഒബീട്ടോ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഞാൻ അബ്സോർബ് ചെയ്തെടുത്ത എല്ലാ ടെയിൽ ബീസ്റ്റുകളെയും ഞാൻ കുട്ടപ്പന്റെ ബോഡിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടപ്പൻ അവൻ പഴയതുപോലെ തിരികെ വരും. അവര് സംസാരിക്കുന്ന അതേ സമയം തന്നെ ഇപ്പൊ കുട്ടപ്പൻ അവൻ പതിയെ കണ്ണു തുറക്കും. ആസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും കണ്ണു തുറന്ന ഉടനെ അവർ ചുറ്റുമുള്ളവരോട് പറയും, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. കട്ട് ചെയ്ത മൈകൈ അവൻ ഇപ്പോഴും അവന്റെ ഫുൾ ഫോഴ്സില് മാധുരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ മുരച്ച് നിൽക്കുകയാണ്. മാധുരയുടെ നെൽപ്പും ഭാവമൊക്കെ കണ്ട് മൈകൈ, ലീ, ഗാറ അവരെല്ലാവരും ഫുൾ കലിപ്പില് മാധുരയെ തന്നെ തുറച്ചു നോക്കും. ഇവിടെ ലീക്കാണെങ്കിൽ മാധുരയെ കാണുമ്പോ അത്ഭുതാവും. മാധുര പറയും, എനിക്കിപ്പോഴും ഒരു കുഴപ്പമില്ല. നിന്നെ പോലെയുള്ള ടൈറ്റ് കോമ്പറ്റീറ്റേഴ്സിനെയാണ് എനിക്ക് ആവശ്യം. സോ ധൈര്യമായിട്ട് നീ എന്നോട് ഫൈറ്റ് ചെയ്യ്. അത് കേട്ട് മൈകൈ അവൻ വീണ്ടും അവന്റെ എനർജി അത് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കും. മൈകൈ ആണെങ്കിൽ റണ്ണിങ് റേസിൽ നിൽക്കുന്നത് പോലെ അവൻ അങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കും. അതേസമയം മാധുര അവനാണെങ്കിൽ അവന്റെ പവർ കുറഞ്ഞ് അങ്ങനെ കിതയ്ക്കാനായിട്ട് ആരംഭിക്കും. മാധുരയ്ക്ക് മനസ്സിലാവും ഇതാണ് മൈകയുടെ ലാസ്റ്റ് അറ്റാക്ക്. സോ അവന്റെ പവർ അതൊരു സിംഗിൾ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഈ ഒരു സമയം ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്നെ തകർത്തില്ലാതാക്കും. ഇവിടെ മൈകയുടെ പവർ അത് കൂടി പുറത്തേക്ക് ഡിസ്ചാർജ് ആവാൻ തുടങ്ങും. അത് കണ്ട് കാക്കാഷി അവൻ വീണ്ടും ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് മൈകയും ആളുടെ പപ്പയും കാക്കാഷിയും അവന്റെ പപ്പയും അവർ രണ്ടുപേരും അക്കാദമിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും പരസ്പരം സംസാരിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കാക്കാഷി ഓർത്തെടുക്കാൻ തുടങ്ങും. കാക്കാഷി ആണെങ്കിൽ മൈകയെ നോക്കി പറയും, ഇവനെ കൊണ്ട് നെൻജിപ്സുവും ഗെൻജിപ്സുവും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവൻ ശരിക്കും ഒരു വേസ്റ്റ് ആണ്. സോ നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കാക്കാഷിയെ അവന്റെ പപ്പയും വിളിച്ച് അവിടുന്ന് നടന്നു പോകും. അതിന് കാക്കാഷിയുടെ പപ്പ ഇപ്പൊ ദേഷ്യപ്പെട്ട് കാക്കാഷിയോട് പറയും, കാക്കാഷി അവൻ അക്കാദമിയിൽ ചേർത്തില്ല എന്ന് പറഞ്ഞ് നീ അവനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അവന്റെ ബോഡിയിലെയും കയ്യിലെയൊക്കെ തഴമ്പും പരുക്കുകളും കാണുമ്പോൾ തന്നെ അറിയാം അവൻ ഒരുപാട് ട്രെയിനിങ് എടുത്തും പ്രാക്ടീസ് എടുത്തും ഇതിനോടകം നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ടെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അവൻ നിനക്കൊരു റൈവലായിട്ട് വരും. മാത്രമല്ല അവന്റെ പവർ കണ്ട് നീ ഷോക്കാവും. കട്ട് ചെയ്ത കാക്കാഷി അവനാണെങ്കിൽ മൈകയുടെ പവർ കണ്ട് അങ്ങനെ തരിച്ചു നിൽക്കാണ്. അവന്റെ പപ്പ പറഞ്ഞ പോലെ തന്നെ മൈകയുടെ സ്ട്രെങ്തും കഴിവും ഒക്കെ കാക്കാഷി ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മൈകെ അവനൊരു ഡ്രാഗണായി മാറി അങ്ങനെ ചാടി വന്ന് മാധുരയുടെ നെഞ്ചിൽ തന്നെ ആഞ്ഞൊരു ചവിട്ട്. അവന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അതെല്ലാവരെയും അങ്ങനെ ഞെട്ടിച്ചു കളയും. ആ ഒരു ഇടിയില് ആ പ്രദേശം തന്നെ തകർന്നു പോവും. ഒരുപാട് പുകയും കാറ്റും ഒക്കെ അങ്ങനെ അടിച്ചു വീശും. ഫൈനൽ മൂവ് കഴിഞ്ഞ് ഇപ്പൊ മൈകെ അവനങ്ങനെ കത്തിക്കരിഞ്ഞ് ഒരനക്കവും ഇല്ലാതെ വീണ് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പകുതി തകർന്ന മാധുര അവനാണെങ്കില് അവന്റെ ആംസ് ഉപയോഗിച്ച് മൈകയെ തല്ലിക്കൊല്ലാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവൻ അവിടേക്ക് ചാടി വീണ് ആ ഒരു ആംസ് അത് ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം ആ സേജ് പവർ ഉപയോഗിച്ച് ഇപ്പൊ മൈകയെ ഹീൽ ചെയ്യാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത
നറൂട്ടോയുടെ പുതിയ പവർ അത് കണ്ട് മാധുര ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.